ഈ ഒരു ബിഗ് ബോസ് പോലൊരു ഷോയിൽ എന്തുകൊണ്ട് ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ഒരാളെ സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഷാനവാസിൻ്റെ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ആ ഒരു ലൈവിൽ ലാസ്റ്റ് ലൈവ് കണ്ടവർക്കറിയാം, ലൈവിൻ്റെ ലാസ്റ്റ് എവിക്ഷനൊക്കെ നടന്ന ശേഷം ഒരു ഹൗസിലിരിക്കുന്ന സമയത്ത് സാബുമാം മാത്രമാണ് കേട്ടോ. സാബുമാം വന്നിട്ട് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്, ഷാനവാസൊക്കെ ആ ഒരു പാൽ പാക്കറ്റ് വീഴുന്ന ഇഷ്യൂ ആണ് പറയുന്നത്. അതായത് ആ ഒരു പാല് കളഞ്ഞിട്ട് പാൽ പാക്കറ്റ് വീണപ്പോൾ അതൊരു ഫെദർ ടച്ചായിട്ടാണ് അതിനകത്ത് കണ്ടത് എന്ന് സാബുമാം പറയുന്ന സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട്, പിന്നെ പാല് വീണതുകൊണ്ടാണോ ഞാൻ വീണത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നൂറ സപ്പോർട്ടിങ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ പാക്കറ്റ് വീണിട്ട് വേദന എടുത്തിട്ടാണ് പുള്ളി വീണതെന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാബുമാൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്, അതല്ല, ആ ഒരു പാക്കറ്റ് വന്ന് വീഴുന്ന സമയത്ത് സ്ട്രോക്ക് വന്ന് വീണു എന്നാണ് ഞങ്ങൾ കരുതിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഷാനവാസ് പറയുന്നൊരു കാര്യം, പാക്കറ്റ് വന്ന് വീണ വേദനയിലാണ് ഞാൻ വീണത്, അതല്ലാതെ എന്തുകൊണ്ട് വീണു എന്നാണ് ഷാനവാസ് ചോദിക്കുന്നത്. അപ്പോഴും അദ്ദേഹം അവിടെ പറയുന്നില്ല സ്ട്രോക്ക് വന്നതാണെന്ന് സമ്മതിച്ചിട്ടില്ല. സോ അത് ബിഗ് ബോസ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഷാനവാസ പറയുന്നൊരു കാര്യം. സോ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇട്ട് തരുന്നത് നമുക്ക് തീരുമാനിക്കാം, ആരാണ് നുണ പറയുന്നത് അല്ലെങ്കിൽ ആരാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ വായിൽ തന്നെ വീണു. സാബുമാൻ പറയുമ്പോൾ സ്ട്രോക്ക് ആണെന്ന് പറയുന്നില്ല, പാലിൻ്റെ പാക്കറ്റ് കൊണ്ട വേദനയിലാണ് ഞാൻ വീണത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൽ കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി അവിടെ അത് ഫിസിക്കലായിട്ടുള്ള ടാസ്ക് വരുന്ന സമയത്ത് ചില ടാസ്കുകൾ, ഇപ്പോൾ ആ ടാസ്കിലൊക്കെ മാറി നിൽക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ബാക്കി ടാസ്കിലൊക്കെ ആൾ പങ്കെടുത്തു, പക്ഷെ ഫസ്റ്റ് തന്നെ മാറി നിൽക്കുന്നു, കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഓക്കെ. പക്ഷെ അതിൽ നമ്മുടെ ജനൽപ്പാളി ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നിർത്തുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് മാറിയ ശേഷം നമുക്ക് ഓപ്പോസിറ്റുള്ള കോണ്ടസ്റ്റൻറ്റിനെ നമുക്ക് ആ ബോൾ വെച്ച് എറിഞ്ഞ് വീഴ്ത്താവുന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ അനീഷ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അനീഷ് തൊട്ടടുത്ത് നിൽക്കുന്ന ആര്യനെ മാത്രം ടാർഗറ്റ് ചെയ്ത് എറിയുകയാണ്. അപ്പോൾ അനീഷ് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ എനർജി വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, കാരണം ബാക്കിയുള്ളവരെ ഞാൻ ആയാസപ്പെട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ എനർജി വേസ്റ്റ് ആവും. പക്ഷേ ആ സമയത്ത് ഷാനവാസ് മാക്സിമം എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ ഫോഴ്സ് ചെയ്ത് എറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊന്നും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഈ നെവിൻ്റെ ഇഷ്യൂ നടക്കുന്ന സമയത്ത് അങ്ങോട്ട് പോയി നെവിനെ ഫസ്റ്റ് കയ്യേറ്റം ചെയ്തത് ഇദ്ദേഹമാണ്. അതിനുശേഷമാണ് നെവിൻ പ്രതികരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഹൗസിൽ ആര്യനെയും അക്ബറിനെയും ഒക്കെ കയ്യേറ്റം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാനവാസ്. അപ്പോൾ ആരെയും ഉപദ്രവിക്കാത്തൊരു വ്യക്തിയൊന്നും അല്ല. സോ ആ ഒരു സമയത്തൊന്നും അദ്ദേഹത്തിന് ഇല്ലാത്തൊരു വേദന പാലിൻ്റെ പാക്കറ്റ് കൊണ്ടപ്പോൾ വന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ എല്ലാവരും കരുതിയിരുന്നത് സ്ട്രോക്ക് ആണെന്ന് തന്നെയാണ്. കാരണം ആ ഒരു മൊമെൻറ്റിൽ അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു വീണു എന്നാണ് കരുതി. പക്ഷേ അദ്ദേഹം തന്നെ പറയുന്നു, അല്ല, പാലിൻ്റെ പാക്കറ്റ് കൊണ്ട് വീണു എന്നാണ് പറയുന്നത്. എനിവേ അതിനാണ് അദ്ദേഹം 3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നത്. ഓക്കെ, 3 ദിവസം ആ പാലിൻ്റെ പാക്കറ്റ് കൊണ്ട് വേദനയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നോർമലി ഇങ്ങനെ ഇതുപോലൊരു സിവിയർ ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷനുള്ളൊരു വ്യക്തി വേദന വന്ന് വീഴുന്നു, ഹോസ്പിറ്റലിലാവുന്നു. ഹോസ്പിറ്റലിൽ 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു വ്യക്തിയെ സ്വാഭാവികമായും ഡോക്ടർമാർ പറയുക, ഇങ്ങനെ ഒരു ഹെൽത്ത് കണ്ടീഷനുള്ള ഒരാൾ ഒരിക്കലും ഫിറ്റ് ആവില്ല പിന്നീട്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ തന്നെ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉള്ളൊരു ഷോയാണ്. സോ ഇങ്ങനെ ഒരു വ്യക്തി വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും സംഭവിക്കാം, ചിലപ്പോൾ ടാസ്കിൻ്റെ ഇടയിൽ തന്നെ സംഭവിക്കാം. സോ അല്ലെങ്കിൽ ഇദ്ദേഹം ടാസ്കിലൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്കണം. അപ്പോൾ ഇതിൽ വലിയൊരു ചോദ്യചിഹ്നം എന്ന് പറയുന്നത്, ഈ ഒരു ബിഗ് ബോസ് പോലൊരു ഷോയിൽ എന്തുകൊണ്ട് ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ഒരാളെ സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഞാൻ ഇതിന് മുൻപ് ഒരു കോണ്ടസ്റ്റൻറ്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിന് മുൻപത്തെ ഒരു ബിഗ് ബോസിലായിരുന്നു, 2ഓ 3ഓ സീസൺ എന്തോ ആയിരുന്നു. അതിലെ ഒരു ലേഡി ഇതുപോലെ തന്നെ അതിൽ നിന്ന് പുറത്ത് വന്ന ശേഷം ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അതായത് ബിഗ് ബോസ് എന്ന ഒരു ഷോയിൽ നമ്മൾ ഫിസിക്കലി ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവർ കാസ്റ്റ് ചെയ്യില്ല. കാരണം നമ്മുടെ ഫുൾ ബോഡി ചെക്കപ്പ് നടത്തി നമ്മൾ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അവർ ആ ഷോയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നതെന്ന് ആ വ്യക്തി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ നിയമത്തിന് മാറ്റം വന്നോന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ആയിരുന്നു ബിഗ് ബോസിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും സിവിയർ ആയിട്ടുള്ളൊരു ഹെൽത്ത് കണ്ടീഷനുള്ള ഒരാളെ സെലക്ട് ചെയ്തു? അതൊരു ചോദ്യചിഹ്നമാണ്. സോ അങ്ങനെ ഒരാൾ വരുമ്പോൾ അത് അദ്ദേഹത്തിന് മാത്രം റിസ്ക്കാണ്, അല്ലെങ്കിൽ ബിഗ് ബോസുകാരുടെ മാത്രം റിസ്ക്കാണ്. കാരണം മറ്റ് കോണ്ടസ്റ്റൻറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ അവരെ മാത്രം കുറ്റം പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഹെൽത്ത് കണ്ടീഷനുള്ള ഒരാൾ ഒരിക്കലും ഇതുപോലുള്ളൊരു ഷോയിൽ പങ്കെടുക്കാൻ ആപ്റ്റ് ആണോ എന്നൊന്ന് ചിന്തിക്കണം. കാരണം ഇതൊരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒരുപാടുള്ളൊരു ഷോയാണ്. സോ അദ്ദേഹത്തിന് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനിടക്കും ഇത് സംഭവിക്കാം.
എന്തോ ആവട്ടെ 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അതിനുശേഷം നെവിൻ്റെ ഇഷ്യൂ വരുമ്പോൾ അദ്ദേഹം ആക്റ്റീവ് ആവുന്നുണ്ട്. പിന്നെ ഇതിനെല്ലാം ശേഷം വേറൊരു രസകരമായിട്ടുള്ള സംഭവം നടക്കുന്നുണ്ട്. അതായത് ഈ ഒരു എവിക്ഷൻ എപ്പിസോഡ് കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ ഷാനവാസ് പോയി ചോദിക്കുന്നുണ്ട് ആദിലയുടെ അടുത്ത്, അവരെ പൊരിച്ചായിരുന്നോ, ലാലേട്ടൻ പൊരിച്ച, ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ തന്നെ ആദിൽ പറയുന്നുണ്ട്, ആ പൊരിച്ചു നല്ല രീതിയിൽ പൊരിച്ചേക്കാം. ഷാനവാസ് അതായത് അക്ബറിനെ പൊരിച്ചു, ആര്യനെ ഇതിനെ നല്ല രീതിയിൽ പൊരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് എക്സൈറ്റഡ് ആയിട്ട് വീണ്ടും ചോദിക്കുന്നത്, എന്നെ പൊരിച്ചതിനേക്കാൾ കൂടുതൽ പൊരിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇവർ തമ്മിലുള്ള സംഭാഷണം ഇതാണ് നടക്കുന്നത്. അതായത് നെവിനെയും ആര്യനെയും അക്ബറിനെയൊക്കെ ലാലേട്ടൻ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് അയാൾക്ക് വരുന്നത് കേട്ടോ. അതെന്തോ ആവട്ടെ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക ഏതാണ് ശരി തെറ്റെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. നോർമലി ഇപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഹെൽത്ത് കണ്ടീഷൻ മോശമായിട്ട് പുറത്ത് പോയിട്ട് അദ്ദേഹം തിരിച്ചു വന്നാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുക, അതായത് നമുക്ക് അദ്ദേഹത്തെ ഒരു പേഴ്സണലായിട്ടുള്ള സ്പേസിൽ കിട്ടുമ്പോൾ നമ്മൾ ചോദിക്കുക എങ്ങനെയുണ്ട്, ഹെൽത്ത് ഓക്കെ ആണോ, പോയിട്ട് ഹോസ്പിറ്റലിൽ എന്താ, ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുക. പക്ഷേ അവിടെ നടന്ന സംഭാഷണം ഇവരെ എങ്ങനെ ലാലേട്ടൻ പൊരിച്ചു എന്നതിനെ പറ്റിയിട്ടായിരുന്നു കേട്ടോ. ഓക്കെ, അതിനുശേഷം വേറൊരു കാര്യം നടക്കുന്നുണ്ട്. അക്ബറിനെയും നെവിനെയും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ജയിലിൽ വെച്ച് അക്ബർ വരെ പറയുന്നുണ്ട്, ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം, അതായത് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയ ശേഷം ഷാനവാസിനോട് പോയിട്ട് സോറി പറയണം എന്ന് പറയുന്നുണ്ട്. കാരണം പുള്ളിയുടെ മനസ്സിലും ഒരു കുറ്റബോധം തോന്നിയത് കൊണ്ടായിരിക്കും അദ്ദേഹം സോറി പറയണമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് അക്ബർ നേരെ ഷാനവാസിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഷാനവാസ് ഊഞ്ഞാലിരിക്കുന്ന സമയത്ത് ഷാനവാസിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ആ ഒരു സമയത്ത് നിങ്ങൾ ആക്ട് ചെയ്യുകയാണെന്ന് കരുതി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമ്മളാണ് മനസ്സിലാക്കണം. കാരണം ആ ഒരു സമയത്ത് ഇവർ മറ്റുള്ളവരുടെ കുറ്റം പറയാനുള്ള സമയമാണ് കണ്ടെത്തുന്നത്. ഷാനവാസും ഈ ഒരു ഗേൾസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് തെറ്റാണെന്ന് തോന്നിയത് അവർ സോറി പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു